പ്രസവിക്കാനാവില്ല. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവ്. നിനക്ക് മാത്രം. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. രോഹിതന് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? സാഹചര്യം, ഞാൻ അനുഭവിച്ചിട്ടുള്ള അപമാനം, വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ച ആത്മസംഘർഷങ്ങള്, ഇതെല്ലാം എന്നെ ഇങ്ങനെയാക്കി. ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ എന്നെ കോരൊടിച്ച് അവസാനിപ്പിച്ചതാ. ഇപ്പൊ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് അടിച്ചിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങ് പോവുക. ഒടുവിൽ കരള് തകർന്ന് കഴിഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരും നോക്കാനുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ച് ഇവിടെ ആരാടി ജീവിക്കുന്നേ? ഒരാളുമില്ല. മക്കളെ നോക്കാത്ത അമ്മമാർ, അമ്മമാരെ മക്കളെ നോക്കാത്ത അച്ഛന്മാർ, പ്രായമായ മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ മക്കള്. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത്? ഇങ്ങനെ അങ്ങ് പോണം. ഒടുവിൽ ഏതെങ്കിലും ഓടയിൽ വീണ് ഒടുങ്ങുമ്പോ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി കുഴിച്ചിടും. അല്ലെങ്കിൽ മോർച്ചറിയിൽ അജ്ഞാത ശവങ്ങളുടെ കൂടെ അങ്ങ് കൂടണം. ആരും വരാതെ ആവുമ്പോ 4 ചീത്തയും പറഞ്ഞ് ഏതെങ്കിലും ഒരു കുഴിയിലിട്ട് അവരൊരു അന്ത്യവിശ്രമം തരും. അത് മതി എനിക്ക്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ നിനക്കെന്താ? പറഞ്ഞില്ലെന്ന് വേണ്ട, നാളെ ആ ഫുഡ് കോമ്പറ്റീഷൻ ശാരദാമ്മയും സത്യാമ്മയും പൊട്ടിച്ച് പാളീസാക്കാൻ വേണ്ടി സുസ്മിത തുനിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മയുടെ കൈപ്പുണ്യൊക്കെ പിന്നെ കുറച്ചൊക്കെ നിനക്കും കിട്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് സുസ്മിതയ്ക്ക് സഹായിയായി നീ പോണം. ഞാനോ? അതും അവളെ സഹായിക്കാൻ? എന്നെ കൊന്നാലും ശരി, അവളെ സഹായിക്കാൻ ഞാൻ പോയില്ല. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. എങ്കിൽ രോഹിത് ചെല്ല്. പഴയ കാമുകിയും കെട്ടി കൂടെ നടന്നതൊക്കെയല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ടല്ലേ. എന്നാ പിന്നെ ഒരുമിച്ച് പാചകം ചെയ്താലെന്താ? നീ പോകും, സുസ്മിത സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇത് പറയുന്ന രോഹിത. ആര് വാക്ക് കൊടുത്താലും ആര് പറഞ്ഞാലും ചെന്ന് സഹായിക്കേണ്ട ആള് ഞാനല്ലേ. ഞാനാ പറയുന്നേ പറ്റില്ലാന്ന്. ഈ വീട് അവളുടേതാ. ഞാനീ കുടിക്കുന്ന കള്ളു വരെ എവിടെന്ന് ചുമ്മാ അടിച്ചു വിടണേണ്. യൂട്യൂബിൽ പാചകപ്പണി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവളുടെയൊക്കെ വീട് പട്ടിണിയായിരിക്കും. KPT
കമ്പനി പുതിയതായി പുറത്തിറക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫുഡ് കോമ്പറ്റീഷന് വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നളനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാചക വിദഗ്ധൻ എന്നാണ് ഐതിഹ്യം. പക്ഷേ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പാചകകലയിലെ റാണിയെ കണ്ടെത്തുന്ന അതിശക്തമായ ഒരു മത്സരമാണ്. ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന് കമ്പനി ചെയർമാനായ സാവോ വർഗീസ് സാറിനോട് തന്നെ ചോദിക്കാം. പറയൂ സർ. കഴിഞ്ഞ 40 വർഷമായി ചെമ്മീൻ എക്സ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് KPT. KPTയുടെ പുതിയ സംരംഭമാണ് പരിശുദ്ധം കറി മസാല കൂട്ട്. ശുദ്ധമായ കറിമസാല പൊടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുതന്നെയാണ് KPTയുടെ ലക്ഷ്യവും. മത്സരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന 4 ടീമുകൾക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയികളാവുന്നവർക്ക് KPT നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന 4 ടീമുകളും ഈ മേഖലയിൽ പ്രഗത്ഭരും പ്രശസ്തരുമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം തികച്ചും വാശിയേറിയതുമായിരിക്കും. വാശി മാത്രമേ ഉള്ളൂ, പാചകമില്ല. പിന്നെ വാചകമുണ്ട്, അതാവശ്യത്തിന്. അതിൽ ഇവള് തന്നെ ഫസ്റ്റ്.